ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിക്കൻ മസാല ഉണ്ടാക്കാം. 1 കിലോ ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെള്ളം തോരുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും 2-3 ടേബിൾ സ്പൂൺ തൈരും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അരമണിക്കൂർ വെക്കാം. ഇതിലേക്ക് വേണ്ടിയ മറ്റ് സാധനങ്ങൾ: 2 തക്കാളി മുറിച്ചത്, സവാള 3 ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് കുതിർത്തത് 10 എണ്ണം, മല്ലിയില 1 പിടി. പൊടികൾ ഇടുമ്പോൾ പറയാം. പാത്രം ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ 1 ടീസ്പൂൺ പെരുംജീരകവും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് വഴറ്റുക. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. അത് വഴലുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി 2 എണ്ണം മുറിച്ചതും 1 പിടി മല്ലിയിലയും കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി സവാള വഴലുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് ഇളക്കി മണം വരുമ്പോൾ പൊടികൾ ചേർക്കാം. കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂണും മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണുമാണ് ചേർത്തത്. ചെറുതീയിലിട്ട് പൊടികൾ മൊരിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് കൂട്ട് ചേർത്ത് ഇളക്കാം. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റി എണ്ണയൊക്കെ തെളിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ചാൽ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി.
ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും 1.5 കപ്പ് ചൂടുവെള്ളവും ചേർക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലയും അല്പം മല്ലിയിലയും കൂടി ചേർത്ത് വാങ്ങാം. ചാറ് കുറുകിയിരിക്കണം. അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടായ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.